കണ്ണൂരിൽ പയ്യന്നൂർ എംഎൽഎ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയായ മുൻ സിപിഎം നേതാവ് ടി പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി നടത്തുന്ന സ്ഥലത്തെ ഷെഡിന് തീയിട്ടു. കണ്ടങ്ങാളിയിലെ കൃഷിസ്ഥലത്താണ് സംഭവം നടന്നിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം അനിയന്റെ മോനോട് തീറ്റയും ഇട്ടിട്ട് രാത്രി ഒരു 7 മണിയാകുമ്പോൾ പോയതാണ്. 6 മണിക്ക് 7 മണിക്കായിട്ട് പോയതാണ്. അപ്പൊ രാവിലെ 6 മണിക്ക് തീറ്റയിടാൻ വരികയാണ്. തീറ്റയിടാൻ വന്നിട്ട് നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് കത്തിന് എല്ലാം എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുന്നത്രേ. ആ സമയത്ത് കത്തി തീർത്തില്ല, ഇപ്പോഴും കത്തുന്നത്രേ, കത്തി തീർന്നിട്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ എന്തായാലും വിടൂല എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ പയ്യന്നൂരിലെ CPM നേതാക്കന്മാർ, പഴയ തോറ്റ MLA, അതുപോലെ തന്നെ അതിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് എന്തായാലും വിടൂല, കൈകാര്യം ചെയ്യും, പരനാറിയെ നമ്മൾ വിടൂല എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു നിലയിലും ജീവിക്കാൻ വിടാത്തൊരവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് കൃത്യമായിട്ട് കൃഷി നടത്തില്ല. കാരണം ആരോഗ്യം വളരെ മോശമായതുകൊണ്ട് കൃഷി നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴിത്തവണ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി നിനക്ക് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റാത്തപ്പോഴാണ് ഞാൻ പഠിച്ച തൊഴിൽ നിലക്ക് വീണ്ടും ഞാൻ ഇതിനകത്ത് കൃഷിയിലേക്ക് വന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് പയ്യന്നൂർ ഫിഷറീസ് കോളേജിലെ കുട്ടികൾ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ELPക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന, അവരുകൂടി സഹായിച്ച് ചെയ്യുന്ന ഒരു കൃഷിയാണിത്. അപ്പോൾ ആ കൃഷിക്കാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. സുമേഷ് മൊറാട് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സുമേഷ്, ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതിൽ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഇതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്രീ, ആരാണ് ഈ സംഭവത്തിന് പിറകിൽ എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം നടന്നത്. ഈ ചെമ്മീൻ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഷെഡിനാണ് ഈ തീയിട്ടത്. പയ്യന്നൂർ കണ്ടങ്കാളിയിലാണ് ഈ സംഭവം നടന്നത്. ഇന്ന് രാവിലെ ഇദ്ദേഹം ഈ ചെമ്മീൻ തീറ്റ കൊടുക്കുന്നതിന് വേണ്ടി അവിടെ എത്തിയപ്പോഴാണ് ഈ ഷെഡ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കാണുന്നത്. ഈ പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയാണ് ഇദ്ദേഹം. നേരത്തെ ഈ തിരഞ്ഞെടുപ്പ് സമയത്തും ഇദ്ദേഹത്തിന്റെ കാറ് തീവെച്ച് നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന്റെ വീടിന് നേരെയും അതും ഒരു ആക്രമണം ഒന്നുണ്ടായിരുന്നു. അന്ന് ഈ CPMന്റെ അതുപോലെ തന്നെ DYFI നേതാക്കളെ, അന്നത്തെ അവിടുത്തെ പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെയുള്ള പോലീസ് അന്ന് അറസ്റ്റും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലികളും അതുപോലെ തന്നെ ടി മധുസൂദൻ അനുകൂലികളും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഈ പരസ്പരം വാക്കുതർക്കവും ഉണ്ടായിരുന്നു. പ്രധാനമായി ഈ കാരണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വി കുഞ്ഞികൃഷ്ണൻ ഈ അനുകൂലികളുടെ ബൈക്ക് കത്തിച്ച സംഭവം, അതുപോലെ തന്നെ ഈ വീടുകൾക്ക് നേരെ ആക്രമണം അന്ന് ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ അന്ന് പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നില്ല. മാത്രവുമല്ല, ഈ അക്രമ സംഭവങ്ങളെ ഈ വി കുഞ്ഞികൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി ഉപയോഗിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. തുടർന്ന് ഈ പ്രതികളെ ഈ പിടികൂടുന്നതിനെ ആവശ്യപ്പെട്ട്, അതായത് അന്ന് യഥാർത്ഥ പ്രതികളെ പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് TI മധുസൂദൻ പയ്യന്നൂർ പോലീസിൽ ഈ പരാതി നൽകിയിരുന്നു. പിന്നീട് ഇരു വിഭാഗങ്ങൾ തമ്മിൽ തുടർന്ന് ഈ സോഷ്യൽ മീഡിയകളൊക്കെ ഈ വാക്പോരുകളും ഈ പതിവായിരുന്നു. അപ്പം ഈ ടി പുരുഷോത്തമനും ഈ CPM നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പരസ്യമായിട്ടുള്ള ഈ പ്രതികരണം നടത്തിയിരുന്നു. പിന്നാലെയാണ് ഇത്തരമൊരു അക്രമം ഇന്നലെ ഉണ്ടായത്. പ്രതികളെ പിടികൂടണം എന്ന് ഏതായാലും ഈ സമയം വരെ പോലീസിന് പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഈ പ്രതികളെ പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ടി പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം, ഈ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും ഇപ്പോൾ ഈ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. അനുശ്രീ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.